നമസ്കാരം. TSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 88/24 LP സ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആദ്യം പാരഗ്രാഫ് തന്നിട്ട് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81 to 83. Read the following passage and answer the questions by choosing the correct option. Like a good conversation, a good public speech is tuned to listeners. As you converse with people in social situations, you learn to monitor their reactions. If they look confused, you try to explain yourself more clearly. You may even give an example or tell a story. If they frown, you may replace an idea or present evidence that supports your views. If they smile or nod, you may feel you have the green light to develop your thoughts. If good conversations are interactive and audience-centered, effective speeches are even more so. Question: what should a speaker do if the listeners disagree with him or her? അപ്പോൾ ഇവിടെ ഡിസഗ്രി എന്നൊരു മീനിങ് വരുന്നത് ഫ്രൗൺ എന്ന വേർഡ് കൊണ്ട് ഇഫ് ദേ ഫ്രൗൺ യു മേ റീപ്ലേസ് ആൻ ഐഡിയ ഓർ പ്രസൻറ്റ് എവിഡൻസ് ദാറ്റ് സപ്പോർട്ട്സ് യുവർ വ്യൂസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ സി ഗിവ് എവിഡൻസ് അതാണ് അവിടെ ആൻസറായിട്ട് വരുന്നത്. ഫ്രൗൺ എന്ന് പറഞ്ഞാൽ ഡിസഗ്രി അവരൊരു നീരസം കാണിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മുടെ വ്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കാണിക്കുക എന്നുള്ളത്, പ്രസൻറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ്? അപ്പോൾ ഇതിൻ്റെ തീം മെയിനായിട്ടിത് കോൺവെർസേഷനെ പറ്റി അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ചിനെ കുറിച്ച് ആദ്യത്തെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നീടുള്ള 2-3 സെൻറ്റൻസുകളിലും പറയുന്നത് അവരുടെ റിയാക്ഷൻസ് ശ്രദ്ധിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ സ്പീച്ചിൽ മാറ്റം വരുത്തേണ്ടത്, ഏത് രീതിയിലാണ് ആ സ്പീച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ മോണിറ്ററിങ് ദ റിയാക്ഷൻസ് ഓഫ് ലിസണേഴ്സ് എന്നുള്ളത് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് കോൺവെർസേഷനെ പറ്റിയിട്ടല്ല, അതിൽ അവരുടെ റിയാക്ഷൻ കണ്ട് നമ്മൾ എങ്ങനെയായിട്ട് പ്രൊസീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ദ term green light indicates that the speaker may continue. Green light, പച്ചക്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, ഗ്രീൻ സിഗ്നൽ എന്നൊക്കെ പറയുമ്പോൾ ഗ്രീൻ ലൈറ്റ് മേ കണ്ടിന്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് നോട്ട് വില്ലിംഗ് ടു ഡു ദ എക്സസൈസ്. ഓപ്ഷൻസിൽ ഹാസ്, വാസ്, ആർ, വേർ ഉണ്ട്. വൺ ഓഫ് ദ സ്റ്റുഡൻസ്, ധാരാളം സ്റ്റുഡൻസിൽ ഒരാൾ. അപ്പോൾ അവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് വേണം വരാനായിട്ട്. ഇവിടെ സിംഗുലറായിട്ട് ഒരൊറ്റ വെർബേ ഉള്ളൂ, വാസ്. ഹാസ് ഒരിക്കലും ഇവിടെ വരില്ല. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് നോട്ട് എന്ന് വരില്ല, പ്രസൻറ്റ് പെർഫെക്റ്റ്ലി വരില്ല. വാസ്, ഈസ് ഓർ വാസേ വരുള്ളൂ. ഓപ്ഷൻസിൽ വാസ് ആണുള്ളത്. എന്തുകൊണ്ടാണ്? വൺ ഓഫ് ദ സ്റ്റുഡൻസ്, ധാരാളം സ്റ്റുഡൻസിൽ ഒരാൾ, അവിടെ സിംഗുലറാണ് വരേണ്ടത്. മൈ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് നോവൽസ്. ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് നോവൽസ്, ഇൻ എന്ന പ്രിപ്പോസിഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നോവൽസ് വായിക്കാൻ ഇഷ്ടം ആണ് എന്നുള്ളൊരർത്ഥത്തിൽ ഇൻ അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പോലീസ് ഹാഡ് നോട്ടിസ്ഡ് ഡാഷ് വിമൻ എൻറ്ററിങ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ. എ ആൻഡ് ദ വൺ ആണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദ പോലീസ് ഹാഡ് നോട്ടിസ്ഡ് ദ വിമൻ പ്ലൂറലാണ്. അപ്പോൾ എയും ആനും ഒന്നും എന്തായാലും വരില്ല, പിന്നെ ആൻ വരില്ല, പിന്നെ എയും വരില്ല. ദ വിമൻ പ്ലൂറൽ, ദ വിമൻ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡോക്ടർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ദ പേഷ്യൻറ്റ് ഡാഷ് ദ ഹോസ്പിറ്റൽ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും സെയിം പാറ്റേണിലുള്ളതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് ടെൻസും എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ വരേണ്ടത്. 2 സംഭവങ്ങൾ പാസ്റ്റിലേത് നടക്കുമ്പോൾ അതിൽ ആദ്യം നടന്നതിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്നതിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസുമാണ് യൂസ് ചെയ്യേണ്ടത്. ദ ഡോക്ടർ
ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്, അപ്പം ഡോക്ടർ പോയി എന്നുള്ളത് വരണം. പിന്നെ വെൻ ദ പേഷ്യൻറ്റ് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ പോയി എന്നുള്ള ഇൻസിഡൻ്റാണ് ആദ്യം നടന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് കാണിക്കാൻ ഹാഡ് ഉണ്ടാവും. ഹാഡും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ലെഫ്റ്റ് എന്നുള്ളത് ലീവ്, ലെഫ്റ്റ്. ദ ഡോക്ടർ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ദ പേഷ്യൻറ്റ് റീച്ച്ഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് റീച്ച്ഡ്. ഓപ്ഷൻ ഡി. ഇനി ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്ന് പറയുന്ന ഇതാണ്. ഇതിനെയാണ് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡും പിന്നെ ലെഫ്റ്റ് എന്നുള്ളതാണ് പാർട്ടിസിപ്പിൾ ഫോം. ഇത് ഇവിടെ സിമ്പിൾ പാസ്റ്റ്. ഇത് കഴിഞ്ഞ ചോദ്യത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പാസ്റ്റ് ടെൻസിൽ 2 സംഭവങ്ങളിൽ തന്നിട്ട് അതിൽ പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും എങ്ങനെയാണ് ചേർക്കുന്നതെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് കൺവിക്ഷൻ. കൺവിക്ഷൻ. അപ്പോൾ ഇവിടെ സ്ട്രോങ് ബിലീഫ്. ഓപ്ഷൻ എ. ദ റിസപ്റ്റീവ് സ്കിൽസ് ആർ. റിസപ്റ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് ലിസണിങ് ആൻഡ് റീഡിംഗ് ആണ്. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്കോറിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് സ്പീച്ച്. ഓപ്ഷൻസിൽ പങ്ക്ച്വേഷൻ, മെക്കാനിക്സ്, ഇൻ്റലിജിബിലിറ്റി, ലെജിബിലിറ്റി. അപ്പോൾ ഇതിൽ ഇൻ്റലിജിബിലിറ്റി അതാ സ്പീച്ച് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ, അതിനുള്ള യുക്തി, ബുദ്ധിശക്തി കാണിക്കുന്ന ഒരവസ്ഥ, അതാണ് ഇൻ്റലിജിബിലിറ്റി. പങ്ക്ച്വേഷൻ അറിയാം, അത് സ്പീച്ചുമായിട്ട് ബന്ധമില്ല, റിട്ടൺ ആണ് പങ്ക്ച്വേഷൻ. ലെജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ റിട്ടൺ എന്തെങ്കിലും റൈറ്റിങ്ങിനാണ് ലെജിബിളായിട്ട് എഴുതുക എന്ന് പറയുന്നത്. മെക്കാനിക്സ് ഇതുമായിട്ടുള്ളതല്ല. അപ്പോൾ ഇൻ്റലിജിബിലിറ്റിയാണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.